നമസ്കാരം. നമ്മുടെ എല്ലാം വീടുകളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തുന്നതാണ്. അത് പുഴയിൽ നിന്ന് ശേഖരിച്ചാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് കുറേ പ്രവർത്തനങ്ങളുണ്ട്, ഈ വെള്ളം ശുദ്ധീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതെങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ. വാട്ടർ അതോറിറ്റി ജീവനക്കാരായ ഇ.ഡി. സനൽ, സി.കെ. വിനോദ്, എം.പി. വിനോദ് എന്നിവർ ഒരു മാസത്തോളം അവരുടെ ഒരു ശ്രമം നടത്തിയിട്ടാണ് ഇത്തരത്തിൽ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയെടുത്തത്. എത്ര വലിയ അഴുക്കുള്ള വെള്ളമാണെങ്കിലും 90% തന്നെ എബോവ് അതിൻ്റെ ആ അഴുക്കുകളെല്ലാം തന്നെ സെഡിമെൻ്റ് ചെയ്ത് താഴേക്ക് പോയതിനു ശേഷം തെളിഞ്ഞ വെള്ളം മാത്രമാണ് നമ്മൾ ഫിൽട്ടർ ബെഡിലേക്ക് ഇത് വരികയുള്ളൂ. കാരണം എല്ലാവർക്കും ധാരണ ഉണ്ടായിരുന്നത് നേരിട്ട് വല്ല പുഴയുന്നോ കുളത്തിൽ നിന്നോ വെള്ളം അടിച്ച് പമ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ 10ഓളം പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് വെള്ളം കിട്ടുന്നത് എന്നുള്ള കാര്യം പുതിയൊരു അറിവായിട്ട് ജനങ്ങളിലേക്ക് എത്തി. കേരള വാട്ടർ അതോറിറ്റിൻ്റെ ഈ എക്സിബിറ്റ് വളരെ ആവശ്യമാണ്. ബിക്കോസ് നമ്മളെല്ലാവരുടെയും വീട്ടിലേക്കും ഈ വെള്ളം ചെല്ലുന്നതാണ്. പക്ഷെ നമ്മളാരും ആലോചിക്കില്ല അതിൻ്റെ ബാക്കിൽ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഈ വെള്ളം നമുക്ക് സൂട്ടബിളായിട്ട് നമ്മുടെ പൈപ്പിൽ കൂടെ വീട്ടിലെത്തിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ഈ ഒരു പ്രോസസ്സ് കാണണം. അപ്പോൾ വാട്ടർ അതോറിറ്റി നൽകുന്ന ജനങ്ങൾക്ക് നൽകുന്ന ഒരു സേവനം നമുക്ക് മനസ്സിലാവുള്ളൂ. നമസ്കാരം. നമ്മുടെ എല്ലാം വീടുകളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തുന്നതാണ്. അത് പുഴയിൽ നിന്ന് ശേഖരിച്ചാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത്. അതിനു മുമ്പ് കുറേ പ്രവർത്തനങ്ങളുണ്ട്, ഈ വെള്ളം ശുദ്ധീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതെങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ. എറണാകുളം ജില്ലയിൽ നടക്കുന്ന എൻ്റെ കേരളം 2025 പ്രദർശനമേളയിലാണ് അവർ അതിൻ്റെ ഒരു മിനിയേച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത്. വാട്ടർ അതോറിറ്റി ജീവനക്കാരായ ഇ.ഡി. സനൽ, സി.കെ. വിനോദ്, എം.പി. വിനോദ് എന്നിവർ ഒരു മാസത്തോളം അവരുടെ ഒരു ശ്രമം നടത്തിയിട്ടാണ് ഇത്തരത്തിൽ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ എന്തായാലും ആ ജീവനക്കാർ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഇത്തരത്തിലൊരു മിനിയേച്ചർ ഉണ്ടാക്കിയെടുത്തത്? അതായത് ഈ പ്ലാന്റിലെ വർക്ക് ഇതുവരെ പൊതുജനങ്ങൾക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് കൂടുതൽ അവയർനെസ് കൊടുക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിനിയേച്ചർ ഉണ്ടാക്കാൻ പ്രധാന കാരണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പമ്പിങ് മുതൽ ഈ ക്ലിയർ വാട്ടർ എത്തുന്ന വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ പരമാവധി നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏറെക്കുറെ ആൾക്കാർക്ക് ഗുണകരമായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ള റെസ്പോണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തുടക്കം എങ്ങനെയാണ്? ഇപ്പോൾ വെള്ളം നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ആദ്യഘട്ടം എന്താണ്? പുഴയിൽ നിന്ന് നമ്മൾ വെള്ളം ആദ്യം ശേഖരിക്കുകയാണ്, അതിനുശേഷം എന്താണ് നടക്കുന്നത്? അതിനുശേഷം ഈ എയറേറ്റർ എന്ന് പറയില്ലേ, എയറേറ്ററിലേക്ക് ഇത് വെള്ളം വരുമ്പോൾ അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് കൂട്ടാനും ബാഡ് സ്മെല്ലും മറ്റു കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം ആലവും കുമ്മായും ചേർക്കും. അപ്പോൾ ആലം ചേർത്ത് ആസിഡിറ്റി ആയിട്ട് വെള്ളം ആൽക്കലൈറ്റ് മാറ്റി കുടിവെള്ളത്തിൻ്റെ ഇതാക്കിയിട്ട് pH 7.5 ക്ലിയർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആലം ചേർക്കും. അത് ചെളി സെഡിമെൻറ്റേഷൻ എന്ന് പറയും. ചെളിയൊക്കെ ഊറിച്ചിട്ട് ആ ആവശ്യമുള്ള ചെളിയൊക്കെ പുറത്തോട്ട് കളയാനുള്ള വേറെ കവർ പോലൊക്കെ ഉണ്ട്. അതിന് ചെളിയിലൊക്കെ പരമാവധി നമ്മൾ ഊറിച്ചിട്ടാണ് ക്ലിയർ വാട്ടർ ആക്കിയിട്ടാണ് ഈ ഫിൽറ്റർ ബെഡിൽ വന്നിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ക്ലിയർ വാട്ടർ വന്നിട്ട് നമ്മൾ ഓക്സിജൻ കൊടുത്തിട്ടാണ് ഈ കൺസ്യൂമേഴ്സ് അത് വീടുകളിലേക്കും നമ്മൾ കുടിവെള്ളമായിട്ട് മാറ്റുന്നത്. ഇത്തരം പ്രോസസ്സാണ് നമ്മളിപ്പോൾ ഇവിടെ മിനിയേച്ചർ രൂപത്തിൽ ചെയ്തതാണ്. അത് വെള്ളം എടുത്ത് ഈ രീതിയിൽ വരുമ്പോഴത്തേക്ക് ആദ്യഘട്ട വെള്ളത്തിൽ എന്തൊക്കെ മാലിന്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അതൊക്കെ എങ്ങനെയാണ് മാറുന്നത്? നമ്മൾ എയറേറ്റിലേക്ക് ഫസ്റ്റ് റോ വാട്ടറിൽ നിന്ന് നമ്മൾ പമ്പ് ചെയ്യുന്നത് എയറേറ്റിലേക്കാണ്. എയറേറ്റിൽ വരുമ്പോൾ കൂടുതൽ എയർ കോണ്ടാക്റ്റ് വരുന്നത് കൊണ്ടും വെള്ളം നല്ല രീതിയിൽ തല്ലി അലച്ച് പതഞ്ഞ് വീഴുന്നൊരു ഫോമിലായതുകൊണ്ടും മഗ്നീഷ്യം പോലുള്ള അതുപോലെ ഇരുമ്പിൻ്റെ കണ്ടൻറ്റുകളെല്ലാം തന്നെ അവിടെ ഒരു 80 to 85% അവിടെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ഓക്സിജൻ്റെ ഒരു അളവ് വർദ്ധിക്കുന്നു. അതുപോലെ ഒപ്പം തന്നെ ബാക്ടീരിയാസ് നല്ല രീതിയിൽ നശിച്ചു പോകുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഫ്ലാഷ് മിക്സറിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത്. ഫ്ലാഷ് മിക്സറിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ആലത്തിനെയും കുമ്മായത്തിനെയും നല്ല രീതിയിൽ ജോയിൻ്റ് ആക്കിക്കൊണ്ടുള്ള ഒരു ലിക്വിഡ് ഫോം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഫ്ലാഷ് മിക്സറിൻ്റെ ധർമ്മം. അവിടെ നിന്നാണ് നമ്മൾ ക്ലാരിഫോക്കുലേറ്ററിലേക്ക് എന്ന് പറയുന്ന ഈ സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്ക് വെള്ളത്തെ ഇതിൻ്റെ അടിയിലൂടെ കൊണ്ടുവരുന്നത്. അവിടെ വരുമ്പോഴത്തേനും എത്ര വലിയ അഴുക്കുള്ള വെള്ളമാണെങ്കിലും 90% തന്നെ എബോവ് അതിൻ്റെ ആ അഴുക്കുകളെല്ലാം തന്നെ സെഡിമെൻ്റ് ചെയ്ത് താഴേക്ക് പോയതിനു ശേഷം തെളിഞ്ഞ വെള്ളം മാത്രമാണ് നമ്മൾ ഫിൽട്ടർ ബെഡിലേക്ക് ഇത് വരികയുള്ളൂ. ഫിൽട്ടർ ബെഡിൽ വരുന്ന വെള്ളത്തിനെ നമ്മൾ നല്ല രീതിയിൽ 5 ലെയർ ഫിൽട്ടർ സാൻഡ് വെച്ചിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് ക്ലിയർ ആയിട്ടുള്ള വെള്ളം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് നമ്മൾ സമ്പിലേക്ക് കൊടുക്കുക. അതായത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സമ്പിലേക്ക് കൊടുക്കുക. ആ ട്രീറ്റ്മെൻറ്റ് മീൻസ് ഇതാണ് നമ്മൾ ക്ലോറിനാണ്. ക്ലോറിൻ തന്നെ ഗുണപരിശോധന നടത്തിയതിന് ശേഷം ഇപ്പോൾ 1.5 എന്ന പാർട്ട് മിനിറ്റിലുള്ള ക്ലോറിൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നത്. ഒരു കാര്യം കൊണ്ടും പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നതിന് പ്രചോദനമായിട്ട് നിന്ന ജയന്റായ് സാറാണ് നമ്മുടെ ഹെഡ് വർക്സിലെ
ആലുവ ഹെഡ് ഹൗസിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയന്റായി സാറ് വളരെയേറെ സഹായകരമായിട്ട് ഞങ്ങളുടെ കൂടെ ഒരു മാസക്കാലം നിന്നായിരുന്നു. ഞങ്ങളുടെ 3 പേരുടെ മാത്രം പ്രയത്നമല്ല, സാറിൻ്റെ കൂടി ഒരു പ്രയത്നവും സാറിൻ്റെ ഡ്രോയിങ്സും ആ ഒരു സഹായവും പ്രോത്സാഹനവും സഹായമൊക്കെ ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം എപ്പോഴും നന്ദിയോടെ ഓർക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഹെഡ് ഹൗസിലെ എല്ലാ ജീവനക്കാരും, ജില്ലാതല വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എല്ലാവരും ഈ എൻ്റെ കേരളം പരിപാടി വളരെ വിജയിപ്പിക്കണമെന്നുള്ള ഒരു വലിയ വാശിയിലായിരുന്നു അവരെല്ലാവരും തന്നെ. അത് ഏറ്റെടുത്തു വിജയിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. വളരെ രീതിയിൽ ആളുകൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ധാരണ ഉണ്ടായിരുന്നത് നേരിട്ട് വല്ല പുഴയിൽ നിന്നോ കുളത്തിൽ നിന്നോ വെള്ളം അടിച്ച് പമ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ 10ഓളം പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് വെള്ളം കിട്ടുന്നത് എന്നുള്ള കാര്യം പുതിയൊരു അറിവായിട്ട് ജനങ്ങളിലേക്ക് എത്തി. കാരണം ജനങ്ങൾക്ക് വാട്ടർ അതോറിറ്റി ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലേക്ക് പ്രവേശനമില്ലാത്തതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരള വാട്ടർ അതോറിറ്റിൻ്റെ ഈ എക്സിബിറ്റ് വളരെ ആവശ്യമാണ്. ബിക്കോസ് നമ്മളെല്ലാവരുടെയും വീട്ടിലേക്കും ഈ വെള്ളം ചെല്ലുന്നതാണ്. പക്ഷെ നമ്മളാരും ആലോചിക്കില്ല അതിൻ്റെ ബാക്കിൽ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഈ വെള്ളം നമുക്ക് സൂട്ടബിളായിട്ട് നമ്മുടെ പൈപ്പിൽ കൂടെ വീട്ടിലെത്തിക്കുന്നതെന്ന്. വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ എൻ്റെ പ്രോസസ്സ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പൊതുജനങ്ങൾക്കൊക്കെ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെക്കുറിച്ചുള്ള വിശ്വാസ്യത തീർച്ചയായും വർദ്ധിക്കും. ഈ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്ത് തന്നത് ദിവ്യയാണ്. സോ ദിവ്യയ്ക്കും ഒരു കൺഗ്രാറ്റുലേഷൻസ്. അതിൻ്റെ ഫിൽട്രേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു മോഡൽ ഉള്ളത് കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റി എത്രത്തോളം പ്രോസസ്സിലൂടെ കടന്നു കൂടിയിട്ടാണ് ഇത് അവസാനം നമുക്ക് പൈപ്പിലൂടെ വരുന്ന ആ ക്ലിയർ വാട്ടർ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇത്രയും പ്രോസസ്സ് ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നോർമലി ക്ലാസ്സിലൊക്കെ ആണെങ്കിലും പഠിക്കുന്നത് പല ലെയറിലൂടെ ഫിൽട്ടർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇതിൽ നിന്ന് ചെളി എക്സ്ട്രാക്ട് ചെയ്യുന്നതും പല തരം ഫിൽട്ടറേഷനിൽ പോകുന്നതും ആലം ആഡ് ചെയ്യുന്നത്, ലൈം ആഡ് ചെയ്യുന്നത്, ലാസ്റ്റ് ക്ലോറിനേഷൻ ചെയ്യുന്നത്, ഈ പ്രോസസ്സൊക്കെ അറിയാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. സിറ്റിയിൽ ജനിച്ചു വളർന്ന ആളാണ്. ഈ വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളം ആണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത്രയും മനോഹരമായൊരു പ്രോസസ്സിലൂടെ വളരെ ശുദ്ധീകരിച്ചാണ് ഞങ്ങൾക്ക് തരുന്നത് എന്നുള്ളൊരു അവബോധമില്ലായിരുന്നു. ആലുവ പുഴയിൽ നിന്നും ജസ്റ്റ് ക്ലോറിനേഷൻ കഴിഞ്ഞിട്ട് അടിച്ച് കിട്ടുന്ന വെള്ളമാണെന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇത് വളരെ നമുക്ക് അഭിമാനം തോന്നുന്നു. ഓരോ പൗരന്മാരും കുടിക്കുന്ന വെള്ളം എത്ര ആരോഗ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നുള്ള രീതിയിൽ ഉറപ്പാക്കിക്കൊണ്ട് പൂർണ്ണമായും ശുദ്ധീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി തരുന്ന ഈ ഒരു മനോഹരമായ പ്രോസസ്സ് കണ്ടപ്പോൾ ഇത് അറിയില്ല. ഞാനിപ്പോൾ പറയുമായിരുന്നു, നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ഈ ഒരു പ്രോസസ്സ് കാണണം. അപ്പോഴേ വാട്ടർ അതോറിറ്റി നൽകുന്ന ജനങ്ങൾക്ക് നൽകുന്ന ഒരു സേവനം നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തായാലും കേരള വാട്ടർ അതോറിറ്റിക്ക് എല്ലാ വിധത്തിലുമുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. ഇത് പുഴയിൽ നിന്നും നേരെ എടുത്ത് വല്ല ക്ലോറിൻ കലക്കി മാത്രമായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് എത്തുക എന്നുള്ള ഒരു ചിന്തയായിരുന്നു. പക്ഷേ അതെല്ലാം കൃത്യമായി എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് അടക്കമുള്ള കാര്യങ്ങൾ മറ്റെങ്ങും കാണിച്ചു തരാത്ത രീതിയിൽ അത് കൃത്യമായി മിനിയേച്ചർ രൂപത്തിൽ തന്നെ മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ ഇവിടെ നിർമ്മിച്ച് അത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ് മടങ്ങുന്നത്. കൊച്ചിയിൽ നിന്നും അഭിഷേകനൊപ്പം ആർ പീയൂഷ്, മറുനാടൻ TV.